നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ, പുത്തങ്കാവ് മെട്രോപൊളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂൾ NCC യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള രണ്ടാമത്തെ ഓൺലൈൻ ക്ലാസ്സാണ് ഇന്നിവിടെ നടക്കുവാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ക്ലാസ് നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളുടെ ഹെഡ് മാസ്റ്റർ സന്തോഷ് വി മാത്യു സാർ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കും. നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുത്തങ്കാവ് മെട്രോപൊളിറ്റൻ ഹൈസ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഭാഗമായ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഇവിടെ എടുക്കുന്നത്. ബുധനൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ അൻവർ എച്ച് എന്ന അധ്യാപകൻ നിങ്ങൾക്കായി കെമിസ്ട്രിയുടെ ക്ലാസ് ഇന്ന് ഇവിടെ എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ ഹൗ ടു ഇംപ്രൂവ് ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ള ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് പല വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അറിയിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങൾക്ക് പ്രചോദനമായി തീർന്നത്. നിങ്ങൾ ഈ ക്ലാസ്സിൽ കാണുന്നുണ്ട് എന്നും ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്രദമാണെന്ന് അറിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇന്ന് ഈ ക്ലാസ് നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് പഠിക്കുകയും അതിനുള്ള നോട്ടുകൾ തയ്യാറാക്കുകയും വേണം. സ്കൂൾ തുറക്കുമ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഒരു വിവരശേഖരണം നടത്തുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ ക്ലാസ്സിൽ കാണുകയും അതിന് തക്കതായിട്ടുള്ള നോട്ടുകൾ തയ്യാറാക്കുകയും വേണമെന്ന് അറിയിക്കുന്നു. ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നതിന് ബഹുമാനപ്പെട്ട അൻവർ സാറിനെ സ്വാഗതം ചെയ്യും. 8ാം ക്ലാസ് രസതന്ത്രത്തിലെ പദാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ നേച്ചർ ഓഫ് സബ്സ്റ്റൻസ് എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയുള്ള ഒരു വിശകലനമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിലൊക്കെ പദാർത്ഥം എന്താണെന്നും അവയ്ക്ക് എത്ര അവസ്ഥയുണ്ടെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പദാർത്ഥം എന്താണെന്ന് പറയാം, അല്ലെങ്കിൽ മാറ്റർ, ദ്രവ്യം എന്നൊക്കെ പറയും. എന്താണെന്ന് പറയാൻ പറ്റുമോ? സ്ഥിതി ചെയ്യാൻ ആവശ്യമുള്ള ഏത് സാധനത്തെ നമുക്ക് പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറയാം. എനിത്തിങ് വിച്ച് ഓക്കുപ്പൈസ് സ്പേസ് ഈസ് കോൾഡ് മാറ്റർ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് വിളിക്കാം. അപ്പോൾ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ള സാധനങ്ങൾക്ക് നമ്മൾ വിളിക്കുന്നവരെ ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് വിളിക്കും. എനിത്തിങ് വിച്ച് ഓക്കുപ്പൈസ് സ്പേസ്. അതിൻ്റെ പദാർത്ഥങ്ങൾക്ക് എത്ര അവസ്ഥയുണ്ട്? നിങ്ങൾ എത്ര സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററാണ് പഠിച്ചിട്ടുള്ളത്? എത്ര? 3. അതെ, 3 സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉണ്ട് അല്ലെങ്കിൽ അവസ്ഥകളുണ്ട്. ഏതൊക്കെയാണ്? സോളിഡ്, പിന്നെ ലിക്വിഡ്, പിന്നെ ഗ്യാസ് അല്ലേ? 3 അവസ്ഥകളുണ്ട് പ്രധാനമായിട്ടും. അതിൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെങ്കിൽ ഖരം, ദ്രാവകം, വാതകം. ഖരാവസ്ഥയുള്ള പദാർത്ഥങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറയാം. ഖരാവസ്ഥയിലുള്ള പദാർത്ഥങ്ങളുടെ പ്രത്യേകതകൾ പറയാം. ഇത് ഖരാവസ്ഥയുള്ള പദാർത്ഥം. ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? മാസുണ്ട്, പിന്നെ ആകൃതിയുണ്ട്, പിന്നെന്തുണ്ട്? വ്യാപ്തമുണ്ട് അല്ലേ? എന്തൊക്കെയാണെന്ന് പറഞ്ഞേ? മാസ്, വ്യാപ്തം, ആകൃതി. ഇത് 3 ഉണ്ട്. ആർക്കാ? സോളിഡ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഖരാവസ്ഥയുള്ള പദാർത്ഥത്തിന് ഇത് 3 ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഖരാവസ്ഥയുള്ള പദാർത്ഥത്തിന് മാസുണ്ട്, പിന്നെ വ്യാപ്തമുണ്ട്, ആകൃതിയുണ്ട് അല്ലേ? അപ്പോൾ സോളിഡ് സബ്സ്റ്റൻസ് ഹാസ് മാസ്, വോളിയം ആൻഡ് ഷേപ്പ്, പാർട്ടിക്കുലർ ഷേപ്പ് അല്ലേ? ഈ 3 സാധനമുണ്ട്. ദ്രാവകാവസ്ഥയുള്ള സാധനത്തിന് എന്തുണ്ട്? മാസുണ്ട്. പിന്നെന്തുണ്ട്? വ്യാപ്തമുണ്ട് അല്ലെങ്കിൽ വോളിയമുണ്ട്. പിന്നെ ആകൃതി ഉണ്ടോ? ഇല്ല. അപ്പോൾ ലിക്വിഡ് സബ്സ്റ്റൻസ് എന്തില്ല? നോ പാർട്ടിക്കുലർ ഷേപ്പ് ഇല്ല അല്ലേ? അപ്പോൾ ലിക്വിഡ് സബ്സ്റ്റൻസ് ഹാസ് മാസ് ആൻഡ് വോളിയം അല്ലേ? ഇപ്പോൾ ലിക്വിഡ് സബ്സ്റ്റൻസ് നമ്മളിപ്പോൾ പറഞ്ഞത് മാസുണ്ട്, വോളിയമുണ്ട്, എന്തില്ല? ആകൃതി അല്ലെങ്കിൽ ഷേപ്പ് ഇല്ല. ഇനി ഗേഷ്യസ് സബ്സ്റ്റൻസിൻ്റെ കാര്യം എന്ന് പറഞ്ഞേ. ഗേഷ്യസ് സബ്സ്റ്റൻസ് ഈ 3 എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഗേഷ്യസ് സബ്സ്റ്റൻസിന് എന്തുണ്ട്? അതെ, മാസുണ്ട്, പിന്നെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തമുണ്ടോ?
ഇല്ല. പിന്നെന്തില്ല? ആകൃതി ഉണ്ടോ? ഗ്യാസിന് പ്രത്യേകത ആകൃതി വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് ഈ 3 സംബന്ധിക്കുന്ന പരീക്ഷണങ്ങൾ നിങ്ങൾ ഈ വർഷം 8ാം ക്ലാസ്സിൽ നിങ്ങൾ പുസ്തകത്തിന് ആദ്യം കിടപ്പുണ്ട് അല്ലേ? അത് നിങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്ത പരീക്ഷകളാണ് ചിലതൊക്കെ ഇല്ലേ? ഖരാവസ്ഥയുള്ള പദാർത്ഥങ്ങളുടെ ഖരാവസ്ഥയുള്ള പദാർത്ഥങ്ങൾക്ക് മാസുണ്ട്, ദ്രാവകാവസ്ഥയുള്ള പദാർത്ഥങ്ങൾക്ക് മാസുണ്ട്, പിന്നെ വാതകാവസ്ഥയുള്ള പദാർത്ഥങ്ങൾക്ക് മാസുണ്ട് അല്ലേ? വ്യാപ്തമുണ്ട്, പ്രത്യേകിച്ച് ആകൃതിയൊന്നുമില്ല, ഉണ്ടോ? ഇല്ല. പിന്നെ വാതകാവസ്ഥയുള്ള പദാർത്ഥങ്ങൾക്ക് മാസുണ്ട്. അത് കണ്ടുപിടിക്കുന്ന പരീക്ഷണം നിങ്ങൾ ബലൂൺ വെച്ചുള്ള പരീക്ഷണം നിങ്ങളുടെ പുസ്തകത്തിനകത്തുണ്ട് അല്ലേ? കണ്ടോ? പിന്നെ വ്യാപ്തമുണ്ടോ? വാതകാവസ്ഥയുള്ള പദാർത്ഥങ്ങൾക്ക് ഉണ്ടോ? ഇല്ല. ആകൃതിയോ? അതുമില്ല. അപ്പോൾ ഇതാണ് 3 പദാർത്ഥങ്ങളുടെ അവസ്ഥകൾ. ഏതൊക്കെയാ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലേ? സോളിഡ്സ് ഹാസ് മാസ്, വോളിയം ആൻഡ് എ particular shape. The liquid substance has mass, volume and not a particular shape. And gaseous substance has mass but not a particular shape and volume. Okay? ഇനി ഇത് കൂടാതെ പദാർത്ഥങ്ങൾക്ക് 4 അവസ്ഥകളുണ്ട്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ടോട്ടൽ 7 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആൻഡ് സൂപ്പർ ഫ്ലൂയിഡിറ്റി. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് സൈഡിൽ ഒരു ബോക്സിനകത്ത് ഇത് 7 അവസ്ഥകളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, പിന്നെ സൂപ്പർ ഫ്ലൂയിഡിറ്റി. അത് നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലും സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എത്രയാണെന്ന് ചോദിച്ചാൽ 7 സ്റ്റേറ്റ്സ് ഉണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, അല്ലാതെ 3 അല്ല. 3 നിങ്ങൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത്. 3 സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഈ 3 അവസ്ഥകളിലുള്ള അവയുടെ ക്രമീകരണം പഠിക്കണം. അവയിലെ കണകളുടെ അല്ലെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദീസ് 3 സ്റ്റേറ്റ്സ്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇതിനകത്ത് 3 പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റാണ്. ഇത് സോളിഡ് സബ്സ്റ്റൻസ്. ഇതിനകത്ത് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തേക്കുന്ന ക്ലോസ്ലി പാക്ഡാണ്. ഈ ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ടാണ് ഇതിനെന്ത് വന്നത്? പാർട്ടിക്കുലർ ഷേപ്പ് വന്നത്. ഇപ്പോൾ ഇതിനെ പൊട്ടിക്കുവാണെങ്കിലും ബ്രേക്ക് ചെയ്യുമ്പോൾ ചെറിയ പാർട്ടിക്കിൾസ് നമുക്ക് ഒരുപാട് കിട്ടും അല്ലേ? പൊടി കിട്ടത്തില്ലേ? ഈ പാർട്ടിക്കിൾസിനെ ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ വളരെ അടുത്തടുത്ത് ക്രമീകരിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇതിന് ആകർഷണ ശക്തി കൂടുതലായിരിക്കും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ഇൻ സോളിഡ് സബ്സ്റ്റൻസ്, therefore it has a particular shape. അപ്പോൾ സോളിഡ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഖരാവസ്ഥയുള്ള പദാർത്ഥങ്ങൾക്ക് പ്രത്യേക ഷേപ്പ് വരാൻ കാരണം എന്താ? അതിനകത്തുള്ള കണികകളെ അടുത്തടുത്ത ക്രമീകരിച്ചേക്കുന്നു. എന്താ പറഞ്ഞേ? ഖരാവസ്ഥയുള്ള പദാർത്ഥങ്ങളിലെ കണികകളെ ക്രമീകരിച്ചേക്കുന്നത് അടുത്തടുത്താണ്. അതുകൊണ്ട് എന്താ? ഒരു പാർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട്. അപ്പോൾ സോളിഡ് സബ്സ്റ്റൻസ് ഹാസ് എ പാർട്ടിക്കുലർ ഷേപ്പ് ബിക്കോസ് ദ പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ്. പിന്നെ അതുപോലെ തന്നെ ഇതിനെ ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ട് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഗ്രേറ്റർ ആയിരിക്കും. എന്നുവെച്ചാൽ ആകർഷണ ശക്തി, കണകൾ തമ്മിലുള്ള അല്ലെങ്കിൽ കണികകൾ തമ്മിലുള്ള ആകർഷണ ശക്തി കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് അടുത്തിരിക്കുന്നത്, അങ്ങനെ വേണേൽ പറയാം. അപ്പോൾ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് അടുത്തിരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ കണികകൾ അല്ലെ കണങ്ങൾ അടുത്തടുത്തിരിക്കുന്നതുകൊണ്ട് ഇതിന് ചലനശേഷി ഉണ്ടാവും. ചലനശേഷി ഉണ്ടാവും. ചലിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്തെ പാർട്ടിക്കിൾസിന് എന്തില്ല? ചലന സ്വാതന്ത്ര്യമില്ല. പിന്നെന്താ? പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ചലന സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് എനർജി ഏറ്റവും കുറവായിരിക്കും, ഊർജ്ജം കുറവായിരിക്കും, ലെസ് എനർജി ആയിരിക്കും ഇതിന്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഗ്രേറ്റർ, പിന്നെ എനർജി ലെസ് എനർജിയാണ് സോളിഡ് പാർട്ടിക്കിൾ.
പിന്നെ മൂവ്മെന്റ് ഇല്ല. ഇതിനകത്ത് പാർട്ടിക്കിൾസ് അനങ്ങാൻ പറ്റുമോ? അടുത്തിരിക്കുന്നതുകൊണ്ട് അനങ്ങാൻ പറ്റുമോ? ദർ ഇസ് നോ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സോളിഡ് സബ്സ്റ്റൻസ്. മൂവ്മെന്റ് ഇല്ല, പാർട്ടിക്കിൾസ് എന്തില്ല? അപ്പോൾ സോളിഡ് സബ്സ്റ്റൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. എന്തില്ല? ക്ലോസ്ലി ആണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ, പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ ഡിസ്റ്റൻസ് ഇല്ല, അകലമില്ല. അതുകൊണ്ട് മൂവ്മെന്റ് ഇല്ല. പിന്നെ ആകർഷണ ശക്തി, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. പിന്നെ എനർജി ലെസ് ആണ്. വേണ്ട ഈ പടം ഒന്ന് നോക്കിയത് നിങ്ങളെ. ഈ പടം കണ്ടോ? ഇതിനകത്ത് വളരെ ക്രൗഡായി കാണിച്ചിരിക്കുന്നത്. ക്രൗഡ് എന്ന് വെച്ചാൽ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഈ സോൾഡ് സബ്സ്റ്റൻസും ഇതും തമ്മിൽ റിലേറ്റ് ചെയ്യാം നമുക്ക്. ഈ ആൾക്കാർ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത് കൊണ്ട്, ഇത് വളരെ ക്രൗഡ് ആയതുകൊണ്ട് ഈ ആൾക്കാർക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ദ മൂവ്മെൻറ്റ് ഓഫ് ദീസ് പീപ്പിൾസ് ആർ ലെസ്. മൂവ്മെൻ്റ് ഇല്ല. പിന്നെ ഇവയ്ക്ക് തമ്മിൽ ഡിസ്റ്റൻസ് ഇല്ല ഉണ്ടോ? അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഡിസ്റ്റൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ ആൾക്കാർക്ക് അനങ്ങാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയിൽ ഡിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് മൂവ്മെൻറ്റും ഇല്ല. ദർ ഇസ് നോ മൂവ്മെൻറ്റ്. ദർ ഈസ് നോ മൂവ്മെൻറ്റ് അക്രോസ് ദീസ് പീപ്പിൾസിൻ്റെ ഇടയിൽ എന്തില്ല? മൂവ്മെൻ്റ് ഇല്ല. പിന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. എല്ലാവരും അടുത്തടുത്താണ് നിൽക്കുന്നത്. അടുത്തടുത്ത് നിൽക്കുന്നതുകൊണ്ട് എന്തില്ലാത്ത? മൂവ്മെൻ്റ് ഇല്ലാത്ത. പിന്നെ ഇവർക്ക് അനങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ എനർജി കുറവാണ് അവർക്ക് കേട്ടോ. അപ്പോൾ സോളിഡ് സബ്സ്റ്റൻസ് ആയിട്ട് നമുക്ക് ഈ പടത്തിനെ അല്ലെങ്കിൽ ഈ ഫിഗറിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇതിനകത്ത് പാർട്ടിക്കിളിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ക്ലോസ്ലി പാക്ഡ് ആണ്. അതായത് ഈ ആൾക്കാർ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്നതുകൊണ്ട്. അപ്പം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ് സോളിഡ് സബ്സ്റ്റൻസിന്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഡിസ്റ്റൻസ് ഇല്ല. ദർ ഇസ് നോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് പീപ്പിൾ. ആസ് ലൈക്ക് ദിസ് ദ പാർട്ടിക്കിൾ, ദർ ഇസ് നോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. ഇതിൻ്റെ ഇടയിൽ എന്തില്ല? അകലമില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. പിന്നെ എനർജി കുറവാണ്. ഇതിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, എനർജി കുറവാണ്. പറഞ്ഞ് മനസ്സിലായി? അപ്പോൾ ഇതാണ് സോളിഡ് സബ്സ്റ്റൻസിൻ്റെ പ്രത്യേകത. സോളിഡ് സബ്സ്റ്റൻസ് നമ്മൾ പറഞ്ഞത് എന്താ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. കാരണം ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇല്ല. പിന്നെ മൂവ്മെൻറ്റ് ഇല്ല. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഗ്രേറ്റർ ആണ്. എനർജി ലെസ് ആണ് കേട്ടോ. സോളിഡ് സബ്സ്റ്റൻസിനകത്ത് എന്ത് കൂടുതലാണെന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതൽ, പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവ്, പിന്നെ എനർജി കുറവ്. മൂവ്മെൻറ്റ്, ദർ ഇസ് നോ മൂവ്മെൻറ്റ്. അപ്പോൾ ഇതാണ് സോളിഡ് സബ്സ്റ്റൻസിൻ്റെ സോളിഡ് സബ്സ്റ്റൻസിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് നമ്മളിപ്പം പറഞ്ഞത്. മനസ്സിലായല്ലോ? ലിക്വിഡ് സബ്സ്റ്റൻസ് സോളിഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ സോളിഡുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴോ ലിക്വിഡ് സബ്സ്റ്റൻസ് ക്ലോസ് ആയിട്ടാണോ പാക്ക് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ഇതിനെ നമുക്ക് തല്ലിപ്പൊട്ടിച്ചാലേ പൊടികളാകത്തുള്ളൂ. അല്ല ചുമ്മാ ഇങ്ങനെ വെച്ചിരുന്ന പൊടികളാകത്തില്ല. ആവും. പക്ഷെ ഒരു ഗ്ലാസ് വെള്ളം നമ്മളെടുക്കും, അതിനകത്ത് തുള്ളിയായിട്ട് ഇങ്ങനെ മാറ്റാൻ നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ക്ലോസ്ലി പാക്ഡ്, അവിടെ ക്ലോസ്ലി പാക്ഡ് അല്ല. എവിടെ? ലിക്വിഡ് സ്റ്റേറ്റ്. കാരണം എന്താ? അവ തമ്മിലുള്ള ലിക്വിഡ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്. ഏതിനെക്കാട്ടിൽ? സോളിഡിനെക്കാട്ടിൽ. അപ്പോൾ സോളിഡിനെക്കാട്ടിൽ ലിക്വിഡ് സബ്സ്റ്റൻസിനകത്ത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. ഏത് തമ്മിലുള്ളത്? ആ പാർട്ടിക്കിൾസ് തമ്മിൽ ലിക്വിഡ് സബ്സ്റ്റൻസിനകത്ത് പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ എന്ത് കൂടുതലാണ്? മൂവ്മെൻറ്റ് കൂടുതലാണ്. അപ്പോൾ എന്ത് കൂടുതലാണ്? എനർജി കൂടുതലാണ്. അല്ലേ? മുമ്പേ നമ്മളൊരു പടം കാണിച്ചത്, ഫിഗർ കാണിച്ചു. ക്രൗഡാണിത്. ഇത് അടുത്തിരിക്കുകയാണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. മൂവ്മെൻറ്റ് ഇല്ല. പിന്നെ എനർജി ലെസ്സാണ്. ഇതിൻ്റെ ഇടയിൽ ഡിസ്റ്റൻസ് ഇല്ല. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ നോക്കിയത് ഈ ഫിഗർ നോക്കി. ഇത് ലിക്വിഡ് സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ക്രൗഡിൻ്റെ അത്രയും, ഈ ക്രൗഡ് കണ്ടോ? ഇതിൻ്റെ അത്രയും പിന്നെ ക്രൗഡ് ഉണ്ടായിരുന്നു. ഈ ക്രൗഡിൻ്റെ ഇടയ്ക്ക് ഡിസ്റ്റൻസ് ഇല്ലായിരുന്നു. ഇവിടെ ഡിസ്റ്റൻസ് ഉണ്ട്. ഇവർക്ക് ചെറുതായിട്ടെങ്കിലും മൂവ് ചെയ്യാൻ പറ്റും അല്ലേ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇതിനെക്കാട്ടിൽ എന്തായിരിക്കും? ഇതിനെക്കാട്ടി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇവിടെ കൂടുതലായിരിക്കും, കുറവായിരിക്കും?
എന്താ കുറവായിരിക്കും, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇവിടെ കുറവാണ്. അതുകൊണ്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇടയ്ക്ക് തന്നെ ഡിസ്റ്റൻസ് ഉണ്ട്, മൂവ് ചെയ്യാൻ പറ്റും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്, മൂവ്മെൻറ്റ് കൂടുതലാണ്. അപ്പോൾ എനർജി എന്തായിരിക്കും, കൂടുതലാണ് കുറവാണ്. ഇവിടെ എനർജിയുടെ കേസ് എന്താ നമ്മൾ പറഞ്ഞത്, എന്തായിരുന്നു, കുറവായിരുന്നു. അപ്പോൾ ഇവിടെ എനർജി ലിക്വിഡ് സബ്സ്റ്റൻസിൻ്റെ കേസിൽ എനർജി സോളിഡ് സബ്സ്റ്റൻസിനെക്കാട്ടി ഗ്രേറ്റർ ആയിരിക്കും, കൂടുതലായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ കേസിലും സോളിഡ് സ്റ്റേറ്റിൻ്റെ കേസിലുമുള്ള ആ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ സോളിഡ് സബ്സ്റ്റൻസിൻ്റെ കേസിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഗ്രേറ്റർ ആണ്, എനർജി കുറവാണ്, അല്ലേ? ലിക്വിഡ് സബ്സ്റ്റൻസിൻ്റെ കേസിൽ അവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്, ഡിസ്റ്റൻസ് കൂടുതലാണ്, എനർജിയും കൂടുതലാണ്. അപ്പോൾ ഇതാണ് സോളിഡും ലിക്വിഡും തമ്മിലുള്ള അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ കേസിൽ വരാം. ഗ്യാസിൻ്റെ കേസ് വരുവാണെങ്കിൽ ഗേഷ്യസ് സബ്സ്റ്റൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. എയറിനകത്ത് ഗേഷ്യസ് മിക്സ്ചറാണ്, അല്ലേ? അപ്പോൾ അതിനകത്ത് ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും കുറവായിരിക്കും, പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും കുറവായിരിക്കും. ഇപ്പോൾ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വെള്ളം ലിക്വിഡാണ്. സോളിഡ് സബ്സ്റ്റൻസ് ഉണ്ട്, ഈ രണ്ട് സബ്സ്റ്റൻസ് നമുക്കറിയാം. അതുപോലെയാണോ ഗേഷ്യസ് സബ്സ്റ്റൻസ്? ആണോ? അല്ല. അവിടെ ഡിസ്റ്റൻസ്, അത് തമ്മിലുള്ള പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും കുറവായിരിക്കും? എന്താ? വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് എനർജി കൂടുതലാവുമോ കുറയാവുമോ? എന്താ? എനർജി വളരെ കൂടുതലായിരിക്കും, അല്ലേ? എനർജി വളരെ കൂടുതലായി. ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ അവ തമ്മിലുള്ള ആകർഷണ ശക്തിയോ കുറവാണോ കൂടുതലാണോ? ഏറ്റവും കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ വേണേൽ പറയാം, ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗേഷ്യസ് മോളിക്യൂൾ, അല്ലെങ്കിൽ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗേഷ്യസ് മോളിക്യൂൾ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് സോളിഡ് ആൻഡ് ലിക്വിഡ്. സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും കേസിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ അപേക്ഷിച്ച് തീരെ കുറവായിരിക്കും, വളരെ ലെസ് ആയിരിക്കും. ഏതെന്ന് പറയുന്നത് ഗേഷ്യസ് സബ്സ്റ്റൻസിൻ്റെ കേസിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏറ്റവും കുറവായതുകൊണ്ട് എനർജി ഗ്രേറ്റർ ആയിരിക്കും. എനർജി ഗ്രേറ്റർ ആകുമ്പോൾ മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും. എനർജി ഗ്രേറ്റർ ആകുമ്പോൾ മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും. ശ്രദ്ധിക്കുക, ഈ രണ്ടെണ്ണത്തിൽ ഇത് സോളിഡിൻ്റെ ഫിഗറായിരുന്നു നമ്മൾ കണ്ടതാണ്, ഇത് ഗ്യാസിൻ്റെ ഫിഗറാണ് നമ്മൾ കണ്ടതാണ്. ഇതാണ്ട് ഈ രണ്ട് ഫിഗറിൽ നിന്ന് വ്യത്യാസം അതാണ്ട് ഈ ഫിഗർ കണ്ടേ. ഇതിന് തമ്മിൽ ഡിസ്റ്റൻസ് ഇല്ല, ആൾക്കാർ തമ്മിൽ ഡിസ്റ്റൻസ് ഇല്ല. ഇവിടെ ഡിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ഇത് ഗേഷ്യസ് പാർട്ടിക്കിളിൻ്റെ അല്ലെ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസിൻ്റെ പാർട്ടിക്കിൾ അറേഞ്ച്മെൻ്റ് അല്ലെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. വളരെ കൂടുതലായതുകൊണ്ട് എന്ത് കൂടുതലായിരിക്കും? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായതുകൊണ്ട് എനർജി കൂടുതലായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ മൂന്ന് ഫിഗർ നിങ്ങളുടെ മനസ്സിൽ വെക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്നെണ്ണത്തിൻ്റെയും സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും ഗ്യാസിൻ്റെയും ക്രമീകരണം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പരീക്ഷയ്ക്ക് എഴുതുവാനായിട്ടും സാധിക്കും. ഇപ്പോൾ നമ്മൾ സോളിഡിലെയും ലിക്വിഡിലെയും ഗ്യാസിലെയും പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഈ പാർട്ടിക്കിളിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് തന്നെ ഇപ്പോൾ നമ്മുടെ സോളിഡ് പാർട്ടിക്കിൾസിന് നമ്മൾ പറഞ്ഞത്, സോളിഡ് പാർട്ടിക്കിൾസിനകത്തെ അറേഞ്ച്മെൻ്റ് ഇതെന്ന് പറയുന്നത്. ഈ സോളിഡ് ലിക്വിഡായിട്ട് മാറുമ്പോഴോ, സോളിഡ് ലിക്വിഡായിട്ട് മാറി. ഇതിനകത്ത് പാർട്ടിക്കിൾ ക്ലോസ്ലി പാക്ഡ് ആണ്. അത് നമുക്കറിയാം. എനർജി എന്താണെന്ന് പറഞ്ഞത് കുറവാണ്. പിന്നെ മൂവ്മെൻറ്റ് കുറവാണ്. ഇവ തമ്മിലുള്ള പാർട്ടിക്കിളുടെ ഡിസ്റ്റൻസ് കുറവാണ്, അല്ലേ? ഇനി ഈ സോളിഡ് സബ്സ്റ്റൻസ് എന്തായിട്ട് മാറുന്നു? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുക. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയായിരിക്കും? എനർജി കൂടുവോ കുറയുമോ? എന്താ? എനർജി കൂടും, അല്ലേ? പിന്നെ മൂവ്മെൻറ്റ് ഇതിനെക്കാട്ടിൽ ഇതിനകത്തെ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കൂടുവോ കുറയുമോ? കൂടും, അല്ലേ? ഡിസ്റ്റൻസോ, ഈ പാർട്ടിക്കിൾ നമ്മുടെ ഡിസ്റ്റൻസ് കൂടും, കണ്ടോ? അപ്പോൾ സോളിഡ് ലിക്വിഡായിട്ട് മാറുമ്പോൾ അതിനകത്തെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻ്റ് ഉള്ള ഡിഫറൻസ് എന്നാണ് പറഞ്ഞത്. എന്ത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസസ്, ദ മൂവ്മെൻറ്റ് ഇൻക്രീസസ്. പിന്നെ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആകർഷണശക്തി കുറയുമോ കൂടുമോ? കുറയും. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസസ്, ദി എനർജി ഇൻക്രീസസ്. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ സോളിഡ് ലിക്വിഡായിട്ട് മാറുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും, പിന്നെ
എനർജി ഇൻക്രീസ് ചെയ്യും, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഇൻക്രീസസ്, മൂവ്മെൻറ്റ് ഇൻക്രീസസ് അല്ലേ. ഇനി നമുക്ക് ഗ്യാസും ഈ ലിക്വിഡ് സ്റ്റേറ്റിലെ സാധനം, ലിക്വിഡ് സബ്സ്റ്റൻസ് ഗ്യാസായിട്ട് മാറുമ്പോഴും നോക്കിയേ, ഇതിനകത്തെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് കണ്ടോ, ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ക്ലോസ്ലിയാണ്. അപ്പം ലിക്വിഡാണിത്, ഇതോ ഗേഷ്യസ് സബ്സ്റ്റൻസ്. അപ്പം ലിക്വിഡ് ഗ്യാസായിട്ട് മാറുമ്പം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ത് സംഭവിക്കും നോക്കിയേ, എന്ത് ഇതിനെക്കാട്ടിൽ കുറയും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലേ. അപ്പം ലിക്വിഡ് ഗേഷ്യസ് സബ്സ്റ്റൻസ് ആയിട്ട് മാറുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. അപ്പം ലിക്വിഡ് സബ്സ്റ്റൻസിനകത്തെ പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസ്, ലിക്വിഡ് സബ്സ്റ്റൻസിൻ്റെ ഇടയ്ക്കുള്ള പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസ് കുറവാണ്. ഏതിനെ അപേക്ഷിച്ച് ഗേഷ്യസ് സബ്സ്റ്റൻസിൻ്റെ ഇടയിലെ പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. അപ്പം മൂവ്മെൻറ്റ് കൂടുതലാണ് അല്ലേ. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവാണ്, മൂവ്മെൻറ്റ് കൂടുതലാണ്, പിന്നെ ഡിസ്റ്റൻസ് കൂടുതലാണ്. എനർജി അപ്പോഴെന്തായിരിക്കും, എനർജി കൂടുതലാണ് കേട്ടോ. അപ്പോൾ ലിക്വിഡ് സബ്സ്റ്റൻസ് ഗേഷ്യസ് സബ്സ്റ്റൻസ് ആയിട്ട് മാറുമ്പോഴുള്ള അറേഞ്ച്മെൻറ്റാണ് ഞാൻ പറഞ്ഞത്. എന്താ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യും, പിന്നെ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, പിന്നെ മൂവ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും, എനർജി ഇൻക്രീസ് ചെയ്യും കേട്ടോ. ഇതാണ് സോളിഡ് ലിക്വിഡ് ആകുമ്പോഴും ലിക്വിഡ് ഗ്യാസ് ആകുമ്പോഴുള്ള അതിനകത്തെ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ക്രമീകരണം എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ, ഇത് മൂന്ന് മനസ്സിലായി കാണുമല്ലോ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിവയുടെ കേസിലുള്ള ക്രമീകരണം ശ്രദ്ധിക്കുക. ഇനിയും സബ്ലിമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. സബ്ലിമേഷൻ സോളിഡ് സബ്സ്റ്റൻസ് ഡയറക്റ്റ് ആയിട്ട് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്ന പ്രോസസ്സിന് വിളിക്കുന്നവരെ സബ്ലിമേഷൻ. ദ പ്രോസസ് ഓഫ് ഡയറക്റ്റ് കൺവേർഷൻ ഓഫ് സോളിഡ് സബ്സ്റ്റൻസ് ഇൻ ടു ഗേഷ്യസ് സബ്സ്റ്റൻസ് ആർ കോൾഡ് സബ്ലിമേഷൻ. അതിന് എക്സാമ്പിളാണ് നാഫ്തലിൻ അല്ലെങ്കിൽ പാറ്റ ഗുളിക എന്ന് മലയാളത്തിൽ പറയും. അത് സോളിഡ് സബ്സ്റ്റൻസ് ആണ്, വൈറ്റ് സബ്സ്റ്റൻസ് ആണ്, അത് ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ കർപ്പൂരം അല്ലെങ്കിൽ ക്യാംഫർ, അത് കത്തിക്കുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിൽ വരാതെ എന്തായാലും നേരിട്ട് ഗേഷ്യസ് സ്റ്റേറ്റിൽ പോകുമ്പോൾ സബ്ലിമേഷൻ എക്സാമ്പിളാണ്. അപ്പോൾ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കൺവേർഷൻ ഓഫ് സോളിഡ് സബ്സ്റ്റൻസ് ഇൻ ടു ഗേഷ്യസ് സ്റ്റേറ്റ് ഈസ് കോൾഡ് സബ്ലിമേഷൻ. അടുത്ത ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഡിഫ്യൂഷൻ എന്താ? ഡിഫ്യൂഷൻ നമ്മളിപ്പോഴേ ഇവിടെ ഒരു സാമ്പ്രാണി തിരി കത്തിച്ച് വെക്കുമ്പോഴേ അതിൻ്റെ സ്മെല്ല് അപ്പുറത്തെ റൂമിലേക്ക് വരും. അല്ലെങ്കിൽ നല്ല കറിയൊക്കെ വെക്കത്തില്ലേ വീട്ടിൽ, കറി വെക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ കറി വെക്കുകയെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്മെല്ല് ഇപ്പുറത്ത് വരും അല്ലേ. ആ പ്രോസസ്സ് വിളിക്കുന്ന ഡിഫ്യൂഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ എന്തുവാ? മൂവ്മെൻറ്റ് ഓഫ് ഗേഷ്യസ് പാർട്ടിക്കിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ. ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഗ്യാസ് മോളിക്യൂൾസ് സ്പ്രെഡ് ചെയ്ത് പോകുന്നു അല്ലെ മൂവ് ചെയ്യുന്നു. അതിന് നമ്മൾ വിളിക്കുന്ന ഡിഫ്യൂഷൻ ഡിഫ്യൂഷൻ. അപ്പോൾ ഗേഷ്യസ് സബ്സ്റ്റൻസിനുള്ള പ്രത്യേകതയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന സാധനം. മനസ്സിലായല്ലോ? ശ്രദ്ധിക്കുക, അടുത്ത് നമ്മൾ പഠിക്കുന്നത് ശുദ്ധ പദാർത്ഥം, പ്യുവർ സബ്സ്റ്റൻസും മിക്സ്റ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം. പ്യുവർ സബ്സ്റ്റൻസ്, മിക്സ്റ്റേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസ് പറഞ്ഞാൽ എന്തുവാ? പ്യുവർ സബ്സ്റ്റൻസ് ഒരേ കണങ്ങളാൽ നിർമ്മിതമായത്, അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം ഒരേ പദാർത്ഥങ്ങളാൽ നിർമ്മിതമായവ വസ്തുക്കൾക്ക് നമ്മൾ വിളിക്കുന്നവരെ പ്യുവർ സബ്സ്റ്റൻസ് വിളിക്കും. ഇപ്പോൾ ഉപ്പ് എടുക്കുന്നു, ഉപ്പ് പാർട്ടിക്കിൾ, ഉപ്പ് കണങ്ങൾ നമ്മൾ എടുക്കുന്നു, അതിനകത്ത് ഉപ്പിൻ്റെ പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ, അത് പ്യുവർ സബ്സ്റ്റൻസാണ്. ഇപ്പോൾ പഞ്ചസാര നമ്മൾ എടുക്കുന്നു, പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ പാർട്ടിക്കിൾ നമ്മൾ എടുക്കുന്നു, അതും പ്യുവർ സാധനമാണ്. പിന്നെ ഒരു കഷ്ണം സോഡിയം എടുക്കുന്നു, സോഡിയം മെറ്റൽ അല്ലെങ്കിൽ കോപ്പർ മെറ്റൽ. അപ്പോൾ അതൊക്കെ പ്യുവർ സബ്സ്റ്റൻസ്, അതിനകത്ത് ഒരു ടൈപ്പ് പാർട്ടിക്കിൾസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വാട്ടർ എടുക്കുന്നു, അത് പ്യുവർ സാധനം, പ്യുവർ വാട്ടർ അല്ലേ. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് പറഞ്ഞാൽ ഒരു ടൈപ്പ് പാർട്ടിക്കിൾസ് കൊണ്ട് പ്രിപ്പയർ ചെയ്തേക്കുന്ന സാധനം. മനസ്സിലായോ? എ സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ ഈസ് കോൾഡ് പ്യുവർ സബ്സ്റ്റൻസ്. ഇനി മിക്സർ ഉണ്ട്. മിക്സർ എന്തായിരിക്കും? രണ്ടോ അതിലധികമോ പാർട്ടിക്കിൾസ് കാണും. എ സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more പാർട്ടിക്കിൾസ് ആർ കോൾഡ് മിക്സ്ചേഴ്സ്. ഇപ്പോൾ ഈ ഉപ്പിൻ്റെ പറഞ്ഞ് നമ്മൾ സോൾട്ടിൻ്റെ കാര്യം പറഞ്ഞു. ആ ഉപ്പിനെടുത്ത് നമ്മൾ വെള്ളത്തിൽ ഇടുന്നു, അതെന്തായിട്ട് മാറി? ഉപ്പ് വെള്ളമായി. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? സോൾട്ടും ഉണ്ട്,
വാട്ടറും ഉണ്ട്. ഉണ്ടോ? അപ്പോൾ പഞ്ചസാര അല്ലെ ഷുഗർ എടുത്ത് നമ്മൾ വാട്ടറിനകത്ത് ഇടുന്നു. അപ്പോൾ ഷുഗറും ഉണ്ട് വാട്ടറും ഉണ്ട്. അപ്പോൾ അത് രണ്ടും അത് മിക്സാണ്. അപ്പോൾ ഷുഗർ സൊല്യൂഷനും സാൾട്ട് സൊല്യൂഷനും രണ്ടും സൊല്യൂഷൻസ് അതിനകത്ത് വാട്ടറോട് വന്നു അല്ലെങ്കിൽ വേറൊരു സോൾവെൻ്റ് കൂടെ വന്നു, അത് മിക്സ്ചർ എന്ന് പറയും. പിന്നെ മഡി വാട്ടർ, ചെളി വെള്ളം, അത് എന്താ പറയുന്നത്? അതും മിക്സ്ചർ എന്ന് പറയുന്ന സാധനം. എയർ അത് മിക്സ്ചറാണ്. മനസ്സിലായില്ലേ? ഇപ്പം പ്യുവർ സബ്സ്റ്റൻസ് പറഞ്ഞ അതിനകത്ത് വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ മാത്രമേ കാണത്തുള്ളൂ. ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് സാധനങ്ങൾ മാത്രമേ കാണാവൂ. ഒരേ ഇനം കണങ്ങൾ മാത്രം കാണപ്പെടുന്ന സാധനമാണ് പ്യുവർ സബ്സ്റ്റൻസ്. അല്ലാതെ ഒന്നിൽ കൂടുതൽ കണങ്ങളുള്ളതെല്ലാം എന്തോ പറയുക, അതിനെ നമ്മൾ മിക്സ്ചേഴ്സ് എന്ന് വിളിക്കും, മിശ്രിതങ്ങൾ എന്ന് വിളിക്കും അല്ലേ. ആഭരണ സ്വർണം അതെന്തോന്ന് പറയുക? ആഭരണ സ്വർണം നമ്മൾ ധരിക്കുന്ന സ്വർണം അതെന്തായിരിക്കും? മിക്സർ ആയിരിക്കുമോ പ്യുവർ സബ്സ്റ്റൻസ് ആയിരിക്കുമോ? എന്താ ആഭരണ സ്വർണ്ണത്തിനകത്ത് എന്തൊക്കെയുണ്ട്? അത് എത്ര ക്യാരറ്റാണ്? എത്ര? 22 ക്യാരറ്റാണ് ആഭരണ സ്വർണ്ണം. അതിനകത്ത് എന്തൊക്കെ കാണും? ചെമ്പും കാണും, അല്ലെ കോപ്പറും കാണും, ഗോൾഡും കാണും. കണ്ടോ? അപ്പോൾ അത് മിക്സ്ചറാണ്. പറഞ്ഞു മനസ്സിലായി? പിന്നെ സോഡാ വെള്ളം അത് മിശ്രിതമാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് എന്തൊക്കെയുണ്ട്? സോഡാ വെള്ളം എങ്ങനെ ഉണ്ടാക്കുന്നത്? വെള്ളത്തിനകത്ത് നമ്മൾ എന്ത് ചേർക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ലയിപ്പിക്കും അല്ലേ. അപ്പോൾ അത് മിക്സ്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പോണൻസ്, രണ്ടോ അതിൽ കൂടുതൽ കമ്പോണൻസ് കാണും. പക്ഷേ പ്യുവർ സബ്സ്റ്റൻസിനകത്ത് ഒറ്റ കമ്പോണൻറ്റേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ടൈപ്പ് പാർട്ടിക്കിൾ മാത്രമേ കാണത്തുള്ളൂ പ്യുവർ സബ്സ്റ്റൻസിനകത്ത്. മറ്റേതിനകത്ത് രണ്ടോ അതിൽ കൂടുതലോ പാർട്ടിക്കിൾ കാണും. അതിനെ വിളിക്കുന്നവരെ മിക്സ്ചർ എന്നും. പിന്നെ പ്യുവർ സബ്സ്റ്റൻസ് ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോൾ മിശ്രിതം എന്തോന്ന് പഠിച്ചു. മിശ്രിതങ്ങളിലെ കമ്പോണൻസിനെ അല്ലെങ്കിൽ ഘടകങ്ങളെ എങ്ങനെയാണ് വേർതിരിക്കുന്നത് അതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഹൗ സെപ്പറേറ്റ് ദ കമ്പോണൻസ് പ്രസൻറ്റ് ഇൻ എ മിക്സ്ചർ. ഒരു മിക്സ്ചറിലെ കമ്പോണൻസിനെ എങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പിന്നെ ചായ ഉണ്ടാക്കുന്ന വീട്ടിൽ അല്ലേ, ചായ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് തേയില എങ്ങനെ നമ്മൾ അരിച്ചു മാറ്റുന്നത്? എങ്ങനെ മാറ്റുന്നത്? തേയില എങ്ങനെ മാറ്റുന്നത്? എങ്ങനെ? അരിക്കും അല്ലേ, അരിപ്പ് കൊണ്ട് അരിക്കും അല്ലേ. അങ്ങനെ നമ്മൾ തേയില അതിനകത്തും ചായക്കകത്തും തേയില നമ്മൾ മാറ്റുന്നു അല്ലേ, ശരിയാണല്ലോ. ഇനിയും ഉപ്പ് വെള്ളം ഉണ്ടെന്നിരിക്കട്ടെ, ഉപ്പ് വെള്ളം, അതിനകത്ത് ഉപ്പിനെയും വെള്ളത്തെ നമ്മൾ എങ്ങനെ വേർതിരിക്കുന്നു? എന്താ ഞാൻ പറഞ്ഞ? ഉപ്പ് വെള്ളം, അതിനകത്തെ ഉപ്പിനെയും വെള്ളത്തെ നമ്മൾ എങ്ങനെയാണ് വേർതിരിക്കുന്നത്? എങ്ങനെ വേർതിരിക്കുന്നു പറഞ്ഞു? നമുക്ക് മണലുണ്ട്, അതിനകത്ത് കാന്തത്തിൻ്റെ പൊടിയുണ്ട്, അതിനെ എങ്ങനെ നമ്മൾ വേർതിരിക്കും? ആ മണലിനകത്ത് കാന്തത്തിൻ്റെ പൊടിയുണ്ട്, എങ്ങനെ നമ്മൾ വേർതിരിക്കും? എങ്ങനെ? അത് തന്നെ മാഗ്നറ്റ് അല്ലെങ്കിൽ കാന്തം ഉപയോഗിച്ച് നമുക്ക് വേർതിരിക്കാം. പിന്നെ നമ്മൾ ഇവിടെ പറഞ്ഞ സോഡിയം ക്ലോറൈഡ് വാട്ടർ അല്ലെങ്കിൽ ഉപ്പും വെള്ളത്തോടെ എങ്ങനെ നമ്മൾ വേർതിരിക്കുന്നു? ഉപ്പ് വെള്ളത്തിൽ നമ്മൾ എങ്ങനെ വേർതിരിക്കും? ഉപ്പ് വെള്ളം, അതിനകത്ത് ഉപ്പ് നമുക്ക് വേറെ വേണം, പിന്നെ ഏത് വേറെ വേണം? വെള്ളം നമുക്ക് വേറെ വേണം. അതിനെ എങ്ങനെയാണ് വേർതിരിക്കുന്നത്? ഈ ഉപ്പിനും വെള്ളത്തിനും രണ്ട് പ്രത്യേകതയാണ്. ഇത് വോളട്ടൈലാണ്, ഇത് നോൺ വോളട്ടൈലാണ്. വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ബാഷ്പീകരണ സ്വഭാവമുള്ളത്, അതിനെ വിളിക്കുന്നത് വരെ വോളട്ടൈൽ സബ്സ്റ്റൻസ്. ഇതോ നോൺ വോളട്ടൈൽ, ബാഷ്പീകരിച്ച് പോകാത്തത്. കേട്ടോ? അപ്പോൾ ഒരെണ്ണം വോളട്ടൈലും ഇത് നോൺ വോളട്ടൈലുമാണെങ്കിൽ നമ്മൾ ഈ മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, മിക്സേഴ്സിൽ നിന്ന് കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ. മലയാളത്തിൽ നമ്മൾ പറയും സ്വേദനം എന്ന് വിളിക്കും. സ്വേദനം. അപ്പോൾ ഡിസ്റ്റിലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ദ മിക്സ്ചർ having a components, one is volatile and another is non-volatile. അപ്പോൾ ഒരു മിക്സറിനകത്ത് രണ്ട് കമ്പോണൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരെണ്ണം വോളട്ടൈലും മറ്റേത് നോൺ വോളട്ടൈലും ആണെങ്കിൽ ആ മിക്സ്ചറിനകത്തെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ. അപ്പോൾ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ദി കമ്പോണൻസ് ഫ്രം എ മിക്സ്ചർ ഹാവിങ് വൺ ഈസ് വോളട്ടൈൽ ആൻഡ് അതർ ഈസ് നോൺ വോളട്ടൈൽ. ഒരെണ്ണം വോളട്ടൈലും മറ്റേത് നോൺ വോളട്ടൈലും ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ എന്ന് വിളിക്കുന്ന പ്രോസസ്. കേട്ടോ? അപ്പോൾ ഇത് ഹൈ ടെമ്പറേച്ചർ നമ്മൾ ഈ മിക്സ്ചറിനെ എടുക്കും. ഏതാ?
സോൾട്ടിനെയും വാട്ടറിനെയും കൂടെ ഒരു RB ഫ്ലാസ്കിനകത്ത് എടുക്കും. RB ഫ്ലാസ്കിനകത്ത് നമ്മൾ എടുക്കും. ഇതാണ് RB ഫ്ലാസ്ക് എന്ന് പറയുന്നത്. RB ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എന്ന് പറയുന്നത്. ചെവിട് ഉരുണ്ട ഫ്ലാസ്ക് കണ്ടോ, ചെവിട് ഉരുണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ വിളിക്കുന്നവരെ RB ഫ്ലാസ്ക് എന്ന് വിളിക്കും, റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് കണ്ടോ. അപ്പോൾ ലിക്വിഡ് മിക്സ്ചർ നമ്മൾ എത്രയൊക്കെ എടുക്കും, ഒരു RB ഫ്ലാസ്ക് എടുക്കും. ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഇവിടെ കണ്ടൻസർ ഉണ്ട്. ആ കണ്ടൻസിൽ കൂടി ഇവിടെ വന്ന് ഇവിടെ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് അല്ലെങ്കിൽ RB ഫ്ലാസ്കിനകത്ത്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ നമ്മളിവിടെ കൊടുക്കുമ്പോൾ ഈ ഇവിടെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഈ മിക്സറിൽ നിന്ന് വാട്ടർ വേപ്പറൈസ് ചെയ്ത് വരും. ആ വാട്ടർ വേപ്പർ ഇവിടെ വന്ന് കൂൾ ചെയ്തിട്ട് കൂളാകാൻ വേണ്ടി ഇതിനകത്ത് കണ്ടൻസറിനകത്ത് വാട്ടർ കടത്തി വിടും. നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇതിൻ്റെ പടം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, മനസ്സിലായി. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് വാട്ടർ എന്ത് ചെയ്യും, വേപ്പറൈസ് ചെയ്ത് പോയിട്ട് ഇവിടെ വേപ്പറായിട്ട് വരും. ഇതിനെ തണുപ്പിക്കാൻ വേണ്ടി കണ്ടൻസറിൻ്റെ അകത്ത് വേറെ ട്യൂബുണ്ട്, പുറത്ത് വേറെ ട്യൂബുണ്ട്. അതിൽ കൂടെ വാട്ടർ കടത്തി വിടും ഇത് തണുക്കാൻ വേണ്ടി. തണുക്കുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന വാട്ടർ ആയിരിക്കും വാട്ടർ. അപ്പോൾ ഇവിടുന്ന് NaCl എന്ന് പറയുന്ന ലിക്വിഡ് മിക്സ്ചറിനകത്തുനിന്ന് എന്ത് പോയി, വാട്ടർ വേപ്പറൈസ് ചെയ്ത് ഇവിടെ വന്നു. ബാക്കി ഇവിടെ എന്തുണ്ട്, സോഡിയം ക്ലോറൈഡ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലിക്വിഡ് മിക്സ്ചറിനകത്തുനിന്ന്, ലിക്വിഡ് മിക്സ്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ സോൾട്ടും വാട്ടറുമാണ്. ഒരിടത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, നോൺ വോളറ്റൈൽ ആയിരിക്കും, അടുത്തത് വോളറ്റൈലും ആയിരിക്കും. അപ്പോൾ ഒരു ലിക്വിഡ് മിക്സ്ചറിനകത്ത് ഒരു കമ്പോണൻറ്റ് വോളറ്റൈലും മറ്റേ കമ്പോണൻറ്റ് നോൺ വോളറ്റൈലും ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡിന് വിളിക്കുന്നവരാണ് ഡിസ്റ്റിലേഷൻ അല്ലെ സ്വേദനം. ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനാണ്. സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ നമ്മൾ RB ഫ്ലാസ്കിനകത്ത് എടുക്കുന്നു. ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഈ വാട്ടർ ഇവിടെ വരും. വാട്ടർ വേപ്പറായിട്ട് ഹൈ ടെമ്പറേച്ചറിൽ കൊടുക്കുമ്പോൾ വാട്ടർ വേപ്പർ ഇവിടെ വരും. ആ വാട്ടർ വേപ്പർ തണുപ്പിച്ചിട്ട് എന്തായിട്ട് മാറും, വെള്ളം നമുക്ക് ഇവിടെ കിട്ടും, വാട്ടർ ഇവിടെ കിട്ടും. ഇവിടെ കിട്ടുന്നത് സോഡിയം ക്ലോറൈഡ് ആയിരിക്കും, ഉപ്പ് മാത്രമായിരിക്കും ഇവിടെ കിട്ടുന്നത്, മനസ്സിലായി. ഇതാണ് സ്വേദനം എന്ന് പറയുന്ന പ്രോസസ്സ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഈ ഡിസ്റ്റിൽഡ് വാട്ടർ കേട്ടിട്ടുണ്ട്. ഡിസ്റ്റിൽഡ് വാട്ടർ നിങ്ങൾ കേട്ട് കാണുമല്ലോ. വീടുകളിൽ നമ്മുടെ ഈ ഇൻവേർട്ടറിനകത്ത് ഒഴിക്കുന്ന ഒരു വെള്ളമുണ്ട് അല്ലേ, പ്രത്യേക കുപ്പിക്ക്. വീട്ടിലെ വെള്ളമാണ് നമ്മൾ ഇൻവേർട്ടറിനകത്ത് ഒഴിക്കുന്നത്, അല്ല വേറെ കുപ്പിക്കകത്ത് കൊണ്ടുവന്ന് ഒഴിക്കുക. അപ്പോൾ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാണ് അതിന് പറയപ്പെടുന്നത്. അപ്പോൾ സാധാരണ വെള്ളത്തിനകത്ത് മിനറൽസ് ഒക്കെ അടങ്ങിയിരിക്കും. ആ വെള്ളത്തിന് ഇതുപോലെ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ അതിനകത്ത് മിനറൽസ് അല്ലെ ധാതുക്കൾ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് പോകും. പിന്നെ കിട്ടുന്നത് വെറും വെള്ളമായിരിക്കും. അതിനകത്ത് പ്രത്യേക ഗുണങ്ങളൊന്നും കാണത്തില്ല. അതിനെ ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയും. അത് നമ്മൾ സ്റ്റോറേജ് ബാറ്ററികളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി എന്തുപയോഗിക്കും, ഈ ഡിസ്റ്റിൽഡ് വാട്ടർ. അപ്പം ഡിസ്റ്റിൽഡ് വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നത്, സാധാരണ വെള്ളത്തിൽ നിന്ന് ഡിസ്റ്റിൽഡ് വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ഈ മെത്തേഡിലാണ്. ഏത് മെത്തേഡിലാണ്, സ്വേദനം അല്ലെ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിൽ കൂടാണ് സാധാരണ വെള്ളത്തെ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറായിട്ട് മാറ്റുന്നത്. പിന്നെ അസറ്റോൺ എന്ന് പറയുന്ന സാധനമുണ്ട്. അസറ്റോൺ ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. അസറ്റോണിൻ്റെ ബോയിലിംഗ് പോയിന്റ് 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ അതുപോലെ തന്നെ വാട്ടർ, അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്ര, 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസും അസറ്റോണിൻ്റെ ബോയിലിംഗ് 56 ഡിഗ്രി സെൽഷ്യസും. ഇതിൻ്റെ രണ്ടിൻ്റെയും ലിക്വിഡ് മിക്സ്ചർ, ഈ രണ്ടെണ്ണമുള്ള മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ഉപയോഗിക്കും, ഡിസ്റ്റിലേഷൻ അല്ലെ സ്വേദനം എന്ന് പറയുന്ന പ്രക്രിയ ഉപയോഗിച്ചാണ് ഈ രണ്ട് മിക്സറിനകത്തെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് മെത്തേഡ് ഉപയോഗിക്കും. ഈ രണ്ട് കമ്പൗണ്ടുള്ള ലിക്വിഡ് മിക്സറിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഏത് ഉപയോഗിച്ചാൽ, സ്വേദനം എന്ന് പറയുന്ന പ്രക്രിയ ഉപയോഗിച്ചാൽ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു സ്വേദനം എന്ന് പറയുന്ന പ്രക്രിയ ഉപയോഗിക്കുന്നത് ആദ്യം പറഞ്ഞത് സോൾട്ടും വാട്ടറേയും, ഉപ്പിനെയും വെള്ളത്തെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. രണ്ടാമത് പറഞ്ഞത് ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കാൻ വേണ്ടി. പിന്നെ മൂന്നാമത് പറഞ്ഞത് അസറ്റോണിനെയും അതുപോലെ തന്നെ വാട്ടറിനെയും, ഈ രണ്ട് ലിക്വിഡ് മിക്സറിൽ നിന്ന് ആ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയും എന്താണ്, സ്വേദനം എന്ന് പറയുന്ന പ്രക്രിയ. ശ്രദ്ധിക്കുക, അടുത്തത് ആംശിക സ്വേദനം എന്ന് വിളിക്കുക. ആംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ
നമ്മൾ ഒരു മിക്സറിനകത്ത് ലിക്വിഡ് മിക്സറിനകത്തെ കമ്പോണൻസിന് അല്ലെങ്കിൽ ഫാക്ടേഴ്സിന് ബോയിലിംഗ് പോയിന്റിൻ്റെ ഡിഫറൻസ് തീരെ കുറവാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അപ്പോൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് ദ കമ്പോണൻസ് in a liquid mixture having the boiling point is slightly difference in their boiling point. അപ്പോൾ ബോയിലിംഗ് പോയിന്റിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ചെറിയ ഡിഫറൻസ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ്, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പെട്രോളിയം പ്രൊഡക്ട്സ്, മണ്ണെണ്ണ, ഡീസൽ, പിന്നെ പെട്രോള്, അപ്പോൾ ഏവിയേഷൻ സ്വീറ്റ്, അപ്പോൾ ഇതുപോലെ നാഫ്ത, അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. പെട്രോളിയം പ്രൊഡക്ട്സിനകത്ത് ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡ് അംശിക സ്വേദനം. അംശിക സ്വേദനം എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അപ്പോൾ ആ കമ്പോണൻസിൻ്റെ എന്ത് കുറവായിരിക്കും? ബോയിലിംഗ് പോയിൻറ്റ്സ്, ഓരോന്നിൻ്റെയും ബോയിലിംഗ് പോയിൻറ്റ്സ് കുറവായിരിക്കും. അപ്പം അതിനെ ഫ്രാക്ഷനേറ്റിംഗ് കോളം എന്ന് പറയുന്ന സാധനമുണ്ട്. അത് വലിയൊരു ക്ലാസ്സിൽ ഇവരും പഠിക്കാം. അപ്പോൾ ഈ ഫ്രാക്ഷനേറ്റിംഗ് കോളം ഉപയോഗിച്ചായിരിക്കും ഈ ഓരോ സാധനത്തിൻ്റെയും കമ്പോണൻസിനെ ഒരു മിക്സറിനകത്തെ ലിക്വിഡ് സബ്സ്റ്റൻസിനകത്തെ ഓരോ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു കമ്പോണൻ്റ് അല്ലായിരിക്കും, ഒരുപാട് കമ്പോണൻസ് കാണും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്സ് തീരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ആ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ശ്രദ്ധിക്കുക, എത്തനോൾ മെഥനോൾ രണ്ട് മിക്സർ, ഇതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്സ് നോക്കി. എഥനോളിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 78 ഡിഗ്രി, മെത്തനോളിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് 65 ഡിഗ്രിയാണ്. ഈ രണ്ടും ചേർന്ന ലിക്വിഡ് മിക്സറിനെ സെപ്പറേറ്റ് ചെയ്യാൻ, ഇതുകൊണ്ട് ഇവരുടെ ബോയിലിംഗ് പോയിൻറ്റ് തീരെ കുറവാണ്. മുമ്പേ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? 100 ഡിഗ്രി സെൽഷ്യസും പിന്നെ 56 ഡിഗ്രി. അസറ്റോണിൻ്റെ 56ഉം വാട്ടറിൻ്റെ 100 ഡിഗ്രി സെൽഷ്യസും ആയിരുന്നു. അപ്പോൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ബോയിലിംഗ് പോയിൻറ്റ്. ഇവ തമ്മിൽ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ബോയിലിംഗ് പോയിൻറ്റ് ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അടുത്ത ശ്രദ്ധിക്കുക, സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയും. സെപ്പറേറ്റിംഗ് ഫണൽ ഈ സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കുന്നത് രണ്ട് ലിക്വിഡ്, ആ രണ്ട് ലിക്വിഡും ഇമ്മിസിബിൾ ആയിരിക്കണം. രണ്ട് ലിക്വിഡും ഇമ്മിസിബിൾ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ രണ്ട് ലിക്വിഡ് മിക്സറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് സെപ്പറേറ്റിംഗ് ഫണൽ. ഇത് ഈ ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്ന സാധനം. ഉദാഹരണം നമുക്ക് എടുക്കാമല്ലോ. അതാണ്ട് ഇത് വാട്ടറാണ്. ഇതെന്താണ്? കറക്സൈഡ് അല്ലെങ്കിൽ മണ്ണെണ്ണ. ഇതാണ്ട് ഇതിനകത്ത് ഒഴിക്കുക. കണ്ടോ? ശ്രദ്ധിക്കുക, ഇതായിട്ട് കണ്ടോ? രണ്ടും കലരുന്നില്ല. മണ്ണെണ്ണയും പിന്നെ വെള്ളവും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുക. അപ്പോൾ ഈ ലിക്വിഡ് മിക്സറിനെ സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇതെന്ന് വിളിക്കുന്നത്. സെപ്പറേറ്റിംഗ് ഫണൽ എന്നാണ് വിളിക്കുന്നത്. എടുക്കണം, ഇവിടെ ഒരു ടാപ്പുണ്ട്. ഇത് മേളിൽ കിടക്കുന്നത് എന്താണ്? മണ്ണെണ്ണയാണ്. ആ മേളിൽ കിടക്കുന്ന കാരണം എന്താ? വെള്ളത്തിൻ്റെ മുകളിൽ മണ്ണെണ്ണ കിടക്കാൻ കാരണം എന്താ? എന്ത് കുറവായതുകൊണ്ടാണ്? ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ്. ഡെൻസിറ്റി അല്ലേ? അപ്പോൾ ഡെൻസിറ്റി കുറവായതുകൊണ്ട് വെള്ളത്തിന് മണ്ണെണ്ണയെക്കാട്ടി ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് മണ്ണെണ്ണ മുകളിൽ കിടക്കുന്നത്. ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടും തമ്മിൽ കലരാത്ത രണ്ട് ദ്രാവകങ്ങളാണ്, 2 ഇമ്മിസിബിൾ ലിക്വിഡ്സാണ്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഉപകരണത്തിന് നമ്മൾ പറയുന്ന പേരാണ് സെപ്പറേറ്റിംഗ് ഫണൽ. ഇതിനെ നമ്മൾ നോക്കിക്കോണേ. രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെള്ളവും അതുപോലെ തന്നെ മണ്ണെണ്ണയും, രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ. പേര് മറക്കരുത്, സെപ്പറേറ്റിംഗ് ഫണൽ. നമ്മുടെ വീടുകളിൽ ഈ തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കാൻ നിങ്ങൾ കേട്ടിട്ടില്ല?
അത് ഈ തത്വം, ഏത് തത്വം? ഈ സെൻട്രിഫ്യൂജ് മെഷീനകത്ത് ഉപയോഗിക്കുന്ന, അല്ലെ ഉപകരണത്തിനകത്ത് ഉപയോഗിക്കുന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തൈരിൽ നിന്ന് വെണ്ണയൊക്കെ വേർതിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് നമ്മുടെ സെൻട്രിഫ്യൂജ് മെഷീൻ ഉപകരണം എന്ത് ചെയ്യുന്നത്? പ്രവർത്തിപ്പിക്കുന്നത്. ആ മെത്തേഡ് നമ്മൾ വിളിക്കുന്ന പേരാ സെൻട്രിഫ്യൂഗേഷൻ. അടുത്ത ഒരു ലിക്വിഡ് മിക്സറിൽ നിന്ന് നമ്മൾ ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്, ക്രോമറ്റോഗ്രാഫി എന്ന് വിളിക്കും. ക്രോമറ്റോഗ്രാഫി, ക്രോമ എന്ന് പറഞ്ഞ കളറെന്നാണ്, ചായങ്ങളെന്നാണ്. അപ്പോൾ ചായങ്ങളിൽ നിന്ന് അതിനകത്തുള്ള ഘടകങ്ങളെ വേർതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കും. അതുപോലെ തന്നെ രക്തത്തിൽ നിന്ന് വിഷാംശങ്ങളെ വേർതിരിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കും. ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്ന രീതി. അപ്പോൾ ക്രോമറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരു ലായകത്തിൽ ഒന്നിലധികം ലീനങ്ങളുണ്ടെങ്കിൽ അവയെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് ക്രോമറ്റോഗ്രാഫി. ഇത് സാധാരണ രണ്ട് കാര്യങ്ങളിലാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഒന്ന്, ചായങ്ങളിൽ നിന്ന് ഘടകങ്ങളെ വേർതിരിക്കാനും, രണ്ട്, രക്തത്തിൽ നിന്ന് വിഷാംശങ്ങളെ വേർതിരിക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതിയാണ് ക്രോമറ്റോഗ്രാഫി. നമ്മുടെ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമായിരുന്നു ഇപ്പോൾ ക്രോമറ്റോഗ്രാഫി. നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് പഠിച്ചത് പദാർത്ഥ സ്വഭാവം എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മളിപ്പോൾ എടുത്തു. നിങ്ങൾ ആദ്യത്തെ കാര്യമെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നമ്മൾ ആദ്യം പഠിച്ചത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് 3 സ്റ്റേറ്റിനെ കുറിച്ച് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞത് ഇവയുടെ 3 ക്രമീകരണ രീതിയാണ് പഠിച്ചത്, അല്ലേ? സോളിഡിൻ്റെയും ഗ്യാസിൻ്റെയും ലിക്വിഡിൻ്റെയും ക്രമീകരണ രീതിയാണ് പഠിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? അതെ, ആ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന രീതി പഠിച്ചു. സ്വേദനം, അംശിക സേദനം, ഉത്പതനം, പിന്നെ അതുപോലെ തന്നെ ഇപ്പം ക്രോമറ്റോഗ്രാഫി, പിന്നെ അതിനു മുമ്പ് പഠിച്ചത് സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ ഇത് നിത്യജീവിതത്തിൽ നാമുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞതെല്ലാം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഈ വേറെ കെമിസ്ട്രിയുടെ ക്ലാസ്സുകളായിട്ട് നിങ്ങളുടെ മുന്നിലെത്തും. നന്ദി, നമസ്കാരം.